ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ മേക്കപ്പാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളതൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രെപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ടോണർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ പോൺസിൻ്റെ ആൻറ്റി ഏജിങ് ക്രീമാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കിന്നിൻ്റെ ഫൈൻ ലൈൻസിനെയും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും ഒക്കെ കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടുമ്പം തന്നെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ളൊരു മേക്കപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിൽ പൗഡറോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ഓൺലി ക്രീം മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് SPF ആണ്. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം അക്വാലോജിക്കിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതും അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മേക്കപ്പിൻ്റെ ബേസായിട്ടുള്ള പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, വേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട എന്ന് കരുതിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഈ ഒരു വീഡിയോ അവിടെ കിടക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പ്രൈമർ അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്നപ്പോൾ എൻ്റെ കഴുത്തിലെ മാല അങ്ങ് ഇളകി. പിന്നെ അതൊക്കെ റെഡി ചെയ്തിട്ടു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ച് എങ്ങനെയാണെന്ന് ഞാൻ സത്യത്തിൽ നോക്കി മനസ്സിലാക്കിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫേസസ് കാനഡയുടെ BB ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കൂടുതലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് ബ്യൂട്ടി സ്പഞ്ച് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫേസിൽ മാത്രമാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം കഴുത്തിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് ഇട്ടിരുന്നാലും നമ്മുടെ ഫേസും നെക്കും അതുപോലെ തന്നെ കവർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ശരിക്കും തിക്നെസ് ഇല്ലാത്തൊരു ഐബ്രോയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വരച്ചാൽ മാത്രമേ ആ ഒരു ഐബ്രോയ്ക്ക് ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഐബ്രോയുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്, ഐബ്രോ പെൻസിലാണെങ്കിൽ പോലും ഞാൻ ഐബ്രോയുടെ ഇത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അത് നന്നായിട്ടൊന്ന് വരച്ച് കറക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്പൂലി ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കാരണം ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡർ ഉപയോഗിച്ച് ഫേസും നെക്കും ഒക്കെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാജലെന്ന് പറയുന്നത് നമ്മുടെ നൈക്കയുടെ ഇതിൽ നിന്ന് വാങ്ങിച്ച കാജലാണ്. അപ്പോൾ ഞാൻ കാജൽ വരയ്ക്കുന്നത് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കാജൽ ഞാൻ കണ്ണിൽ വരയ്ക്കുന്നത്. കാരണം എനിക്കതൊരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരയ്ക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കാജൽ കണ്ണിലോട്ട് വരയ്ക്കാറില്ല. കാരണം അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും കണ്ണിൽ പെട്ട് വേദനിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. മാത്രമല്ല ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത് കുറവാണ്. മാക്സിമം കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ തന്നെ മുകളിലും വരയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു കണ്ണിന് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ചെറിയ ഒരു സാമ്പിൾ സൈസ് റെനി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇട്ട് കണ്ടപ്പോൾ നമുക്ക് വിചാരിക്കും ഭയങ്കര കളറാണ്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു എൻ്റെ സ്കിന്നുമായിട്ട് മാച്ച് ആവുന്ന ലെവലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അപ്പോൾ അങ്ങനെ അതാണ് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫൈനൽ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് മുണ്ടും നെരിയതാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ ചെറിയ പൂക്കളൊക്കെ വരുന്ന ഒരു ചെറിയ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്ന
ബോർഡർ വരുന്ന ഒരു സെറ്റ് മുണ്ടുമാണ്. പിന്നെ അതിലൊരു ബ്ലൗസ് ഗ്രീൻ കളർ ബ്ലൗസും കൂടിയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു ചെറിയൊരു മേക്കപ്പ് ഞാനിവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലുക്ക് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയത് അമ്പലത്തിലാണ്, പൗർണമികാവ് ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പൗർണമി നാളിൽ മാത്രമാണ് അവിടുത്തെ ക്ഷേത്രം നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.